ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും IND-ECTRONICSൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ചലഞ്ചാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ തന്നെ ഉണ്ടാക്കിയ ചലഞ്ചാണ്. ബഗ്ഡാണെങ്കിലും ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അതായത് 1 മണിക്കൂർ നമ്മൾ ഈ ഒരു കാറിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പോവാണ്. അപ്പോൾ അധികം ടൈം വേസ്റ്റ് ചെയ്യാൻ നമുക്ക് ഇരിക്കാം. അപ്പോൾ ഇതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഞാൻ ഉള്ളിൽ കയറിയിട്ട് പറഞ്ഞുതരാം. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂറാണ് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കേണ്ടത്. ഗ്ലാസ് തുറക്കാൻ പാടില്ല, അതായത് നമ്മുടെ ഈ ഒരു ഗ്ലാസ് തുറക്കാൻ പാടില്ല. പിന്നെ ഫാൻ ഇടാൻ പാടില്ല, AC ഇടാൻ പാടില്ല. 1 മണിക്കൂറിനടുത്ത് പുറത്തിറങ്ങാൻ പാടില്ല. വേറെ കുടിക്കാനോ വെള്ളം കുടിക്കാനോ അങ്ങനെ ഭക്ഷണം കഴിക്കാനോ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ 1 മണിക്കൂറാണ് ടൈം ലിമിറ്റ്. ഇപ്പം എന്ന് പറയുമ്പം 6:15 ആയിട്ടുണ്ട്. 6:15 ആയിട്ടുള്ളത്. ഇത് നടക്കുന്ന തന്നെയാണ് കേട്ടോ. 6:15 ആയിട്ടുള്ളത്. ഏകദേശം സന്ധ്യയായി. അപ്പോൾ നമുക്കിനി ഒരു ബാക്കി ഫുള്ള് ടൈം ലാപ്സ് കാണാം. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാം പൂട്ടിയിട്ടാണുള്ളത് എന്നുള്ളത് കാണിച്ചു തരാം. കണ്ടോ, ഗ്ലാസിൻ്റെ മേലെ എഴുതിയിട്ടാണ്, അതായത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഗ്ലാസ് പൂട്ടിയിട്ടാണ്. കണ്ടോ, ഇവിടെയൊക്കെ എഴുതിയിട്ട് കണ്ടോ. എന്താണെന്ന് വെച്ചാൽ ഗ്ലാസ് പൂട്ടിയോണ്ടാണല്ലോ അവിടെ ഇങ്ങനെ ഒരു എഴുത്ത് വന്നത്. ഫുൾ ഗ്ലാസ് പൂട്ടിയിട്ടുള്ളത്. പക്ഷേ ഈ ഡോറ് ശരിക്കും അടഞ്ഞിനാ. ഓക്കെ, അപ്പോൾ ഇനി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ ഗ്ലാസും ഡ്രൈ ആയിട്ടാണുള്ളത്. കുറച്ച് കഴിയുമ്പം ഈ ഗ്ലാസ് വെറ്റാവാൻ തുടങ്ങും. അതായത് കുറച്ച് കഴിയുമ്പോൾ ഒരു നനവ് തോന്നും. കാരണം ഫുൾ അടച്ചിട്ടാണുള്ളത്. എന്തെങ്കിലും ഒരു അസ്വസ്ഥത നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ നിങ്ങൾക്ക് പറയുന്നതാണ്. അല്ലെങ്കിൽ ഗ്ലാസ് തുറക്കും, പുറത്തിറങ്ങും. അത് നിങ്ങൾ ഓൺ ദി സ്പോട്ടിൽ അറിയിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈം ലാപ്സ് നോക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ സമയം 6:30 കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. നേരത്തെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, ഇപ്പോൾ 6:30 കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഇതാ. അപ്പോൾ നമുക്ക് ഇനി 1 മണിക്കൂർ ഗ്ലാസ് മൊത്തം അടച്ചിട്ടാണുള്ളത്. നിങ്ങൾക്ക് കാണാം, എന്താ ഡോറും അടച്ചിട്ടാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി 1 മണിക്കൂർ നോക്കാം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിങ്ങൾക്ക് എന്താണിപ്പോൾ സംഭവിക്കുന്നത് ഇത് തരുന്നതാണ്. ഇപ്പം ഗ്ലാസ്സൊക്കെ നല്ല ഡ്രൈ ആയിട്ടാണുള്ളത്. കുറച്ച് വെറ്റാവുന്നതാണ് എൻ്റെ ഒരു ഇതിന് വെച്ച് തോന്നുന്നത്. ഓക്കെ, നമുക്കപ്പോൾ നോക്കാം. Feel me like a Hellcat. ഫ്രണ്ട്സ്, അപ്പോൾ കുറച്ച് സമയം ആയിട്ടുണ്ട് നമ്മൾ ഈ പരിപാടി തുടങ്ങിയിട്ട്. കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര സമയമൊന്നും ആയിട്ടില്ല. ഏകദേശം ഒരു 1/4 മണിക്കൂർ ആയിട്ടുണ്ട്. ഓക്കെ, എന്നാലും ഭയങ്കര ചൂടാണിപ്പോൾ. നല്ലപോലെ ഇരുടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്നെ കാണാൻ സാധിക്കില്ല, എനിക്കറിയാം. നല്ല ചൂടുണ്ട്. ഞാൻ നല്ലോണം വേർക്കാൻ തുടങ്ങി. വെള്ളവും ഒന്നും കുടിക്കാൻ പറ്റില്ല. 1 മണിക്കൂർ ഒറ്റ ഇരുത്താണ് കാറിൽ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഭയങ്കരമായിട്ട് പുറത്തേക്ക്, അതായത് ഞാൻ ഫുൾ കാർ അടിച്ചിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് നിറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് കാരണം മനക്കെന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അന്നേരം തന്നെ അറിയിക്കുന്നതാണ്. മാത്രമല്ല അന്നേരം തന്നെ നമുക്ക് പുറത്തിറങ്ങുന്നതാണ്. അല്ലാതെ അങ്ങനെ ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. കാരണം ഓക്സിജൻ ഇല്ലാതെ മൊത്തം കാർബൺ ഡൈ ഓക്സൈഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ ചെറിയ ഒരു ഹോൾസൊക്കെ ഉണ്ടാവുമല്ലോ, അതായത് ഈ മറ്റേ നമ്മുടെ ഫാനിൻ്റെ വെൻസ്, അങ്ങനത്തെ ചെറിയ സ്ഥലത്തേക്ക് കൂടി എന്തെങ്കിലും ചെറിയൊരു കാറ്റ് വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. കുറച്ച് സമയം കൂടി കാത്തു നിന്ന് നോക്കാം. അതായത് 1 മണിക്കൂറാണ് പറഞ്ഞത്, ഇപ്പോൾ 1/4 മണിക്കൂറായി. ഇനിയുണ്ട് 3/4 മണിക്കൂർ. ഒരു പണി എടുക്കാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. അതാണ് നമ്മുടെ ചാലഞ്ച്. നോക്കാം നമുക്ക് എന്താണ് ഇനി ബാക്കി, ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, ഇതെന്ന് പറയുന്നത് നല്ല ചൂട് സമയമാണ്. അതായത് ഇപ്പം ഏപ്രിൽ മെയ് മാസങ്ങൾ എന്ന് പറയുന്നത് നല്ല ചൂടുള്ള സമയങ്ങളാണ്. അപ്പോൾ ഇപ്പം എന്ന് പറയുമ്പോൾ ഒന്നാമത് നല്ല ചൂടാണ് ഇവിടെ ഈ കാറിൽ എന്ന് പറയുന്നത്. വെള്ളം കുടിക്കാൻ പറ്റില്ല, ഫാൻ ഓണാക്കാൻ പറ്റില്ല. അപ്പോൾ നല്ലൊരു ചൂട് ഈ ഒരു കാറിലിരിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. വലിയൊരു രീതിയിൽ വെറ്റായിട്ടില്ലെങ്കിലും അത്യാവശ്യം നമ്മുടെ ഡോർസ് അതായത് ജനൽ, വിൻഡോസൊക്കെ ചെറിയൊരു രീതിയിൽ വെറ്റായിട്ടുണ്ട്. അല്ലാതെ വലിയൊരു ഇത് വന്നിട്ടില്ല. അപ്പോൾ ലൈറ്റ് നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്.
കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേ സൈഡിൽ വേറെ ഏതെങ്കിലും ഒരു ലൈറ്റ് ഓണാക്കാൻ പറ്റുമോ നോക്കാം. കാരണം ഭയങ്കരമായിട്ട് ഡാർക്കായിപ്പോയി നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഇപ്പോൾ സമയം ആയതെന്ന് പറയുന്നത് ഇനിയും അരമണിക്കൂറായിട്ടില്ല, 20 മിനിറ്റേ ആയിട്ടുള്ളൂ, 20-25 മിനിറ്റേ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം എത്ര വരെ നമുക്ക് പോകാൻ പറ്റുമെന്ന് നോക്കാം. ഇപ്പോൾ ശാസ്ത്രത്തിന് വലിയ തടസ്സങ്ങളും കാര്യങ്ങളൊന്നും തോന്നുന്നില്ല. നോക്കാം നമുക്ക് ഇനി എത്ര സമയം പോകും. നമുക്ക് ഭയങ്കരമായിട്ട് ഡാർക്കായിട്ടാണുള്ളത്. നമുക്ക് സൈഡിലത്തെ ഒരു ലൈറ്റ്, അതായത് നമുക്ക് വേറെ ഒരു ലൈറ്റ് വേണം, അല്ലാണ്ട് ഒന്നും കാണുന്നില്ല. നമുക്ക് തീരെ ലൈറ്റില്ല. നമുക്ക് ലൈറ്റ് ഓണാക്കി നോക്കാം, അല്ലാണ്ട് ഭയങ്കര ഡാർക്ക് ഒന്നും കാണുന്നില്ല നമുക്ക് വീഡിയോയിൽ. ഈ ഒരു ലൈറ്റ് നമുക്ക് അധികം ഓണാക്കി വെക്കാൻ പറ്റില്ല, കാരണം ബാറ്ററി ഡൗൺ ആയിപ്പോവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഓഫ് ആക്കണം. നമുക്ക് വേറെ ഏതെങ്കിലും ലൈറ്റ് ഓണാക്കാൻ പറ്റുമെന്ന് നോക്കാം. പുറത്തിറങ്ങാൻ പറ്റില്ല, എന്തായാലും നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല ലൈറ്റ് ഓണാക്കാനായിട്ട്. നോക്കാം നമുക്ക് സൈഡിലത്തെ ലൈറ്റ് ഓണാക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ, നമുക്ക് അപ്പുറത്തെ ഒരു ലൈറ്റ് നമുക്ക് ഓണാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് വെളിച്ചം വന്നെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ 2 ലൈറ്റ്സ് ഓണായി വന്നിട്ടുണ്ട്. അപ്പം അത്യാവശ്യം വെളിച്ചം നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോയെന്ന് അറിയില്ല. കണ്ടോ, ഇവിടെയൊക്കെ നല്ലപോലെ വെറ്റായിട്ടുണ്ട്. കണ്ടോ കണ്ടോ നമ്മുടെ വിൻഡോസ് വെറ്റായിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇതാ ഇവിടെ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ കാണാൻ പറ്റും. കണ്ടോ, ഇതിപ്പോൾ കൈനെ കൊണ്ട് വരച്ചാലും കാണാൻ പറ്റും. കാണുന്നില്ലേ? അപ്പോൾ നമ്മുടെ വിൻഡോസ് വെറ്റാവാൻ തുടങ്ങിയിട്ടുണ്ട്. സമയം ഇപ്പം ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട്. കണ്ടോ, അരമണിക്കൂറായിട്ടുണ്ട് സമയം. ഇനി നമുക്കൊരു അരമണിക്കൂർ കൂടി വെയിറ്റ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഇപ്പം തൽക്കാലം നമുക്ക് അസ്വസ്ഥതയൊന്നും തോന്നുന്നില്ല, ജസ്റ്റ് ഒരു ചൂടെടുക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നോക്കാം നമുക്ക് 1 മണിക്കൂർ പറ്റുമോ ഇല്ലയോ. ഫ്രണ്ട്സ്, കുറച്ച് സമയം നമ്മളിപ്പം ആയിക്കഴിഞ്ഞു, അരമണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ ഇപ്പം ഭയങ്കര കുറച്ച് നല്ലോണം തൊണ്ടവേദന തോന്നുന്നുണ്ട്. അങ്ങ് കാട് കയറി ചിന്തിക്കൊന്നും വേണ്ട, നല്ല ചൂടായോണ്ടായിരിക്കും എന്നാണ് തോന്നുന്നത്, അല്ലാണ്ട് വേറെ ഇടത്തേക്കൊന്നും വേണ്ട കേട്ടോ. ഓക്കെ, ഒരു അരമണിക്കൂർ കഴിഞ്ഞിപ്പോൾ ഒരു തൊണ്ടക്കൊരു വേദന പോലെ, അതായത് ഭയങ്കരമായിട്ട് ഡ്രൈ ആയി, പക്ഷേ വേദന പോലെ ആ ഒരു രീതിയിലാണ് ഇപ്പം എനിക്ക് അനുഭവപ്പെടുന്നത്. ഇപ്പം ഇനിയെല്ലാം കൂടി കാർബൺ ഡൈ ഓക്സൈഡ് വലിയ കാര്യമായിട്ട് കൂടിയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ ഞാനിപ്പം അപ്പാട് വിൻഡോ ഓപ്പൺ ചെയ്യുന്നതാണ്, അതിനനുസരിച്ച് നിങ്ങൾ അറിയിക്കുകയും ചെയ്യും. ഓക്കെ, ഇപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാ നല്ലപോലെ വെറ്റാകാൻ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ കാട്ടി നല്ലോണം നമ്മുടെ വിൻഡോസ് വെറ്റായിട്ടുണ്ട്. കണ്ടോ, അതായത് നമ്മുടെ ഒരു ഫോഗി എഫക്റ്റാണ് നമുക്കിപ്പം വരുന്നത്. ഞാനിപ്പം ഇവിടെ ഇങ്ങനെ വരക്കാൻ നേരം നോക്കിക്കോ, നിങ്ങളുടെ ഡിഫറൻസ് കണ്ടോ, ഈ ഒരു സ്ഥലത്ത് വരുന്ന ഡിഫറൻസ് കണ്ടോ. ഓക്കെ, നല്ലൊരു ഫോഗി എഫക്റ്റ് വന്നിട്ടുണ്ട്. ഇപ്പം ടൈം 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ മേത്ത് നല്ലോണം വേർക്കാൻ തുടങ്ങി, നല്ലപോലെ തന്നെ വേർക്കുന്നുണ്ട്. 35 മിനിറ്റ് കഴിഞ്ഞു, ഇനിയൊരു 25 മിനിറ്റ് കൂടി ബാക്കിയുണ്ട്. ചാരക്ക് ഉള്ളിൽ കയറണം എന്ന് പറയുന്നത്. പക്ഷേ നമ്മളെ ചാലഞ്ചിന് ഇതിൽ നമുക്ക് ഇനി തുറക്കാൻ പറ്റില്ല, 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ തുറക്കാൻ പറ്റും. അതുകൊണ്ട് ഇഷാരനെ കയറ്റൂല. പൊട്ടിപ്പോ അതുകൊണ്ട് ഉള്ളിൽ കയറ്റാൻ പറ്റില്ല, ലൈറ്റ് ആടിയുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മുഖത്തൊരു വെളിച്ചം കാണാത്തത്. ഓട്ടെ, അപ്പോൾ ഇഷാരേനെ നമുക്ക് കയറ്റാൻ പറ്റില്ല, വാതിലിപ്പോൾ തുറക്കാൻ പറ്റില്ല, അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല.
ഓക്കെ ബൈ ബൈ. നമുക്ക് ടൈം ഇപ്പം കാണുന്നുണ്ടോ? ഇനി ഒരു 18 മിനിറ്റ് കൂടി നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞാൽ ഉടനെ ഇറങ്ങുന്നതാണ്. Like a Hellcat. ഫ്രണ്ട്സ്, മൊത്തം ഫോഗ് എന്ന് പറഞ്ഞാൽ മൊത്തം ഫോഗാണ് ഫ്രണ്ട്സ്. മുമ്പിലത്തെ ക്ലാസ്സിലും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. പക്ഷേ ബാക്കത്തെ ക്ലാസ് എൻ്റെ മോനെ നോക്കിയത് ഫുള്ള് ഫോഗ് എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം ഫോഗാണ്. ഇച്ച ഇവിടെ വന്നാ ദിശാര പുറത്തുണ്ട് കണ്ടോ, ഒരു ക്ലിയർ ഇല്ല, കാരണം മൊത്തം ഫോഗാണ്. ബാക്കിലത്തെ ഗ്ലാസ് എൻ്റെ മോനെ ഇത് എത്രയാ, ഇതാ ഇപ്പുറത്തൊക്കെ മൊത്തം ഫോഗ് നിറഞ്ഞിട്ടുണ്ട്. ഇതാ ഞാൻ നിങ്ങൾക്ക് ഇതാക്കി ഇതാ കണ്ടോ, മൊത്തം ഫോഗാണ്. ഇതാ കണ്ടോ ഫോഗാണ്. ഇതോ അതിലും വലിയ ഫോഗാണ് ഇത് ഇവിടെ. അയ്യോ ഞാൻ കുടുങ്ങി. ഇതാ ഇവിടെ നോക്കിയോ നിങ്ങൾ, കണ്ടോ ഇതാ ഈ ഗ്ലാസിൻ്റെ ഇതാ നോക്കോ. ഇച്ച അങ്ങോട്ടേക്ക്, ഇങ്ങോട്ടേക്ക്. ആ ഇതാ ഇവിടെ ഞാൻ വരക്കുമ്പോൾ കണ്ടോ മൊത്തം ഫോഗാണ്. ഫുള്ള് ബാക്ക് ഫുള്ള് ഫോഗായിട്ടുണ്ട്. ഇതാണ് മെയിനായിട്ട് ഫോഗായിട്ടുള്ളത്. ഫുള്ള് എന്ന് പറഞ്ഞാൽ ഫുള്ള് ഫോഗാണ്. പക്ഷെ ഇവിടെ തീരെ ലൈറ്റില്ല, കണ്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട്. ഞാൻ ഈ കാറിൽ ഇത്ര സമയം ഇരുന്നുകൊണ്ടാണ് ഇത്രയും ഫോഗ്. ഇതാ ഇപ്പുറത്തൊക്കെ ഫുള്ള് ഉണ്ടോ, കണ്ടോ. പക്ഷെ മുമ്പിൽ അങ്ങനെ ഫോഗ് ആയിട്ടില്ല. പക്ഷെ ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഈ ഫോഗ് മൊത്തം പോകും കേട്ടോ. ഫ്രണ്ട്സ്, ഫ്രണ്ട് ഗ്ലാസ്സിനും ഇതാ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫോഗ് കാണാൻ പറ്റും, കണ്ടോ. എൻ്റെ ഇത് ഞാൻ ഈ കാറിൽ ഇത്ര സമയം ഇരുന്നതിൻ്റെ തെളിവാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും ഫോഗ്, കാരണം എൻ്റെ ബ്രീത്തിങ് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ഫോഗ് ഇവിടെ വരുന്നത്. ഇതാ അപ്പുറത്തുനിന്ന് അതാ വേറൊരു സാധനത്തിൽ നോക്കുന്നു. നമുക്കിനി ആകെ അരമണിക്കൂർ കൂടിയേ, അരമണിക്കൂറൊന്നും നിൽക്കാൻ കഴിയില്ല. 2 മിനിറ്റ് കൂടിയേ നിൽക്കേണ്ട ആവശ്യമുള്ളൂ. ഇതാ നേരെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അരയായി, ഉണ്ടോ, 7:30 ഓക്കെ. 2 മിനിറ്റ് കൂടി നമുക്ക് എക്സ്ട്രാ നിന്ന് നോക്കാം. ഓക്കെ, നമ്മളിപ്പം ഒരു ഫേക്കും ഇതിൽ കാണിച്ചിട്ടില്ല. ഇത്രയും സമയം കഷ്ടപ്പെട്ട് തന്നെയാണ് ഇതിൽ നിന്നത്. ഇനി ഈ ഒരു വീഡിയോ ഫേക്ക് ആണെന്ന് ഒരാളും സംശയിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഫുൾ ടൈം ലാപ്സ് ഞാൻ ഇട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഫുള്ള് റിയലാണ് കേട്ടോ. ഇതാ ഇപ്പം നിങ്ങൾ ഇതിനായിട്ട് ലൈക്ക് എന്തായാലും ചെയ്യണം. കണ്ടോ, അതിനുള്ള തെളിവാണ്. ഞാൻ ഇതിൽ 1 മണിക്കൂർ നിന്ന് എന്നുള്ളതിന് തെളിവാണ്. കണ്ടോ മൊത്തം ഫോഗായിട്ടുണ്ടോ. ഇത് അഥവാ ഞാൻ ഗ്ലാസ് തുറന്നിട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു സംഭവം വരില്ല, അതായത് ഈ ഒരു ഫോഗ് വരില്ല. സബ്സ്ക്രൈബ് എന്നാണ് എഴുതിയിട്ടുള്ള, മനസ്സിലായില്ല എന്ന് വെച്ച് ചെയ്യാണ്ടിരിക്കരുത്. ഓക്കെ, പല സമയത്തും പല ഇതാണ് ട്രെൻഡിങ്ങിൽ വരാറുള്ളത്, അതായത് പല ചലഞ്ചസ്. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ച് ഈ ഒരു ചലഞ്ച് ട്രെൻഡിങ്ങിൽ വരുമോ ഇല്ലയോ എന്നാണ് എൻ്റെ ഒരു സംശയം. പക്ഷേ വരാൻ മാത്രം അത്ര വലിയൊരു ചലഞ്ചൊന്നും അല്ല നമ്മൾ ചെയ്തത്, ജസ്റ്റ് ചെറിയൊരു കണ്ടൻറ്റാണ് ചെയ്തിട്ടുള്ളൂ. കണ്ടോ, ഫേക്കൊന്നും അല്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ടൈം കഴിഞ്ഞിട്ടുണ്ട്.
നമുക്കിനി എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങണം. എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇനി നിൽക്കാൻ കഴിയില്ല. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിൽ ഞാൻ നിൽക്കില്ല, പെട്ടെന്ന് പുറത്തിറങ്ങണം. പുറത്തിറങ്ങുമ്പോൾ എന്താണ് എക്സ്പീരിയൻസ് എന്ന് കൂടി നോക്കാം. എന്താ അത് അല്ല, പുറത്തിറങ്ങുമ്പോൾ എന്താ സുഖന്ന്. പിന്നെ വന്നില്ലേ അതുകൊണ്ടല്ലേ ഉച്ചയ്ക്ക് ഇരിക്കാൻ ഞാൻ. എൻ്റെ അമ്മ ഉച്ചക്കാറ്റ് ഇരുന്നിട്ടുണ്ട്, തീർന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് എന്താ പ്രത്യേക സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിച്ചില്ല, ക്ഷീണിച്ചു പോയി. ഞാൻ ക്ഷീണിച്ചു പോകും ഊതിയാലേക്കല്ല, അത് അത്ര സമയം അതിൻ്റെ ഉള്ളിൽ ഇരുന്നോണ്ടുള്ളത്. അപ്പോൾ സമയം എത്രയായി? 32 കാണൂല. 32 കാണൂല. അതിന് നമ്മൾ എന്താ ചെയ്യും? അപ്പോൾ ഇരുന്നിട്ട് ഇത്ര സമയം ഉണ്ടായിട്ട് എന്നാണ് ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിലിരുന്നാൽ ഭയങ്കര ചൂടാണ്, അതാണ് രാവിലെ ഇരിക്കാത്തത്. രാത്രിയും വലിയ കുറവൊന്നുമില്ല. രാവിലെ ആകുമ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് നമുക്ക് അടിക്കും, അതുകൊണ്ടാണ് രാവിലെ ഇരിക്കാഞ്ഞത്. ഇപ്പം നിങ്ങൾ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കാറിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇത് നോക്കിയാൽ മൊത്തം ഫോഗാണ്, കണ്ടോ? ഈ ഒരു സ്ഥലം ഒഴികെ ബാക്കി ഇവിടെയാണ് ഞാൻ ഇരുന്നിട്ടുണ്ടായത്. ഫസ്റ്റ് കുറച്ച് സമയം ഇവിടെ ഇരുന്നു, പിന്നെ കുറച്ച് സമയം അപ്പുറത്തിരുന്നു. ഫസ്റ്റ് ഡ്രൈവർ സീറ്റിലായിരുന്നു ഇരുന്നിട്ടുണ്ട്, പിന്നെ കുറച്ച് മിനിറ്റ് ഇപ്പുറത്തേക്ക് വന്നു. ഇത് കണ്ടോ, മൊത്തം ഫോഗാണ്. ഞാൻ ഈ ഒരു സൈഡിലായിരുന്നു ഇപ്പം കുറേ സമയം ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ വലിയ കാര്യമായിട്ടൊരു ഫോഗില്ല, എന്നാലും ഉണ്ട്. പക്ഷേ ഇവിടെയൊക്കെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ പക്ഷെ എന്താണ് ഉണ്ടോ, ഇവിടെ ലൈറ്റിലാണ്ട് മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ കുറേ സമയം നല്ല ചൂടിൽ നിന്നു. ഒരു ഫേക്കും കാണിച്ചിട്ടില്ല. സമയം കൃത്യസമയം 1 മണിക്കൂർ എടുത്തിട്ടുണ്ട് നമ്മൾ ചെയ്യാൻ. അപ്പോൾ ഇതിലിപ്പോൾ ചെയ്തതെന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങിയിട്ടില്ല, ജനൽ തുറന്നിട്ടില്ല, ഒന്ന് കുടിക്കുകയോ കഴിക്കുകയോ ചെയ്തില്ല, ഒരു വർക്കും ചെയ്തിട്ടില്ല. ഓക്കെ, ഫുൾ നിങ്ങൾക്ക് റിസൾട്ട് ടൈം ലാപ്സ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പോൾ ആരും ഫേക്കാണെന്ന് പറയരുത്, ഫുള്ള് റിയലാണ്. ഇനി ഇതിന് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയുക. ചലഞ്ച് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മര്യാദക്കുള്ള കാര്യമായിരിക്കില്ല. കാരണം ഇപ്പോൾ പല രീതിയിലുള്ള ചലഞ്ച് വരുന്നുണ്ട്. അതൊന്നും വെറുതെ ഒരു ഇതിന് ചെയ്യുന്നതാണ്, അല്ലാണ്ട് ഒരു ഇതല്ല, ആവശ്യത്തിന് ചെയ്യുന്നതല്ല. അപ്പോൾ അതുപോലെ തന്നെ ഒരു ചെറിയൊരു വീട് ആണ് ഇന്ന് നമ്മൾ ചെയ്തതും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താം. നിങ്ങൾ എന്തായാലും ഇതിൻ്റെ അഭിപ്രായം പറയണം. അപ്പോൾ ചില ട്രെൻഡ്സൊക്കെ നല്ലപോലെ വളരാറുണ്ട്, അതുപോലെ ഈ ഒരു ചലഞ്ചും കൂടി വളരൂ എന്നാണ് എനിക്ക് അറിയേണ്ടത്. വളർന്നാൽ നല്ലത്, നമ്മുടെ ചാനൽ അത്രയും ഫേമസ് ആവും. കഴിയുന്നത്രയും ഷെയർ ചെയ്യുക, കാരണം കുറേ കഷ്ടപ്പെട്ടു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അതിനാണ് ഞാൻ വേർത്ത്. ബൈ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഇതായിട്ട് ഫോളോ ചെയ്തോ. ബൈ. Like a Hellcat.